ഹോർമുസ് വഴിയുള്ള യാത്രയ്ക്ക് സൈന്യത്തിന്റെ അനുമതി നിർബന്ധമെന്ന് ഇറാൻ പറഞ്ഞിരിക്കുന്നു. 3 തരത്തിലാണ് കപ്പലുകൾക്ക് അനുമതി നൽകുക. സൈനിക കപ്പലുകളെ ഹോർമുസിന്റെ പരിസരത്തേക്ക് പോലും അനുവദിക്കില്ല. 10 ദിവസത്തെ ലബനാൻ വെടിനിർത്തൽ വരെ ഈ രീതി തുടരും. US തീരുമാനിക്കും പോലെ പൂർണ്ണമായും തുറക്കില്ല എന്ന് ആവർത്തിക്കുകയാണ് ഇറാൻ ഇപ്പോൾ ചെയ്യുന്നത്. ഇറാനിലെ സാമ്പത്തിക ഉപരോധം, നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ചർച്ചയിലൂടെ തീരുമാനമായാൽ മാത്രമാകും ഇതിൽ തീരുമാനമാവുക എന്നാണ് റിപ്പോർട്ടുകൾ. യുദ്ധം അവസാനിക്കുമെന്ന സൂചനകൾക്കിടെ ഗൾഫ് രാജ്യങ്ങളും വലിയ പ്രതീക്ഷയിലാണ്. യുദ്ധം അവസാനിപ്പിക്കുവാൻ സൗദി ഉൾപ്പെടെ വലിയ സമ്മർദ്ദം ചെലുത്തിയിരുന്നു. അഫ്താബുർ റഹ്മാൻ ചേരുകയാണ് വിവരങ്ങളുമായി. അഫ്താബ്, ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് സൈനിക കപ്പലുകളെ ഒരു കാരണവശാലും ആ പരിസരത്തേക്ക് അടുപ്പിക്കില്ല എന്ന് പറയുന്നത്. അതേപോലെ തന്നെയാണ് ലബനാൻ ഇപ്പോൾ 10 ദിവസം വെടിനിർത്തലാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത്രയും ദിവസം അത് അങ്ങനെ തുടരും. അതിനപ്പുറത്തേക്ക് സമ്പൂർണമായും ഈ ഒരു വെടിനിർത്തലിലേക്ക് വരിക, അല്ലെങ്കിൽ പ്രശ്നങ്ങൾക്ക് ഒരു അന്തിമമായ ഒരു പരിഹാരം ഉണ്ടായിക്കഴിഞ്ഞാൽ സാധാരണഗതിയിലേക്ക് പോകും എന്നാണ് ഇറാൻ പറയുന്നത്. അമേരിക്ക പറയുന്ന അതേപടി ഇറാൻ കാര്യങ്ങൾ അനുസരിച്ചില്ല എന്ന് നമുക്ക് വായിച്ചെടുക്കേണ്ടി വരും. അങ്ങനെ തന്നെ വേണം പറയാൻ. ഇറാന്റെ നിലപാട് ഇതിൽ കൃത്യമാണ്. 3 കാര്യങ്ങളാണ് ഈ യാത്രയുമായി, അതായത് ഹോർമുസ് വഴി പോകുന്ന കപ്പലുകളെ 3 ഇറാൻ തരംതിരിച്ചിരിക്കുന്നത്. അതായത് IRGC തരംതിരിച്ചിരിക്കുന്നത്. ഒന്ന് സിവിലിയൻ വെസലുകൾ, അവർക്ക് ഒരു പ്രയാസവുമില്ലാതെ പോകാം. രണ്ടാമത്തേത് ചരക്കു കപ്പലുകൾക്ക് IRGCയുടെ പെർമിറ്റ് നിർബന്ധമാണ്. അതോടൊപ്പം തന്നെ ഫീസ് അടക്കണം. ഈ ഫീസ് അടക്കണം എന്നുള്ള കാര്യം US-ഉമായുള്ള മധ്യസ്ഥ ചർച്ചയിൽ സജീവമായി പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഉദ്യോഗസ്ഥനായ മഹ്മൂദ് നബവിയാൻ അല്പം മുമ്പ് അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഫീസ് അടച്ചുകൊണ്ട് മാത്രമേ ചരക്കു കപ്പലുകൾക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. മൂന്നാമത്തേത് സൈനിക കപ്പലുകളാണ്. അവർ ഏതെങ്കിലും കാരണവശാൽ ഹോർമുസ് പരിസരത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് ലംഘനമായി കണക്കാക്കുകയും അതിനനുസരിച്ച് ഇറാൻ തിരിച്ചടിക്കുമെന്നും ഇറാന്റെ IRGC കൃത്യമായി പറയുന്നുണ്ട്. ഇന്നിപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് 10 ദിവസത്തേക്കുള്ള ലബനാനിലെ വെടിനിർത്തലാണ്. ആ വെടിനിർത്തൽ പൂർത്തിയാകും വരെ നിലവിലുള്ള ഈ ഒരു സ്വഭാവത്തിലായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോവുക. ഇനി ചർച്ച ആരംഭിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ച് എന്ത് തീരുമാനം എടുക്കണം എന്നുള്ളതായിരിക്കും ഇറാന്റെ നേതൃത്വം തീരുമാനിക്കുക എന്നുള്ളതാണ് ഇറാന്റെ പ്രസിഡന്റ് കൃത്യമായി ഇപ്പോൾ അറിയിക്കുന്നത്. ഇറാന്റെ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത് ശത്രുവല്ല ഇറാന്റെ കാര്യങ്ങൾ തീരുമാനിക്കുക എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും കൗതുകകരമായ കാര്യം, ഇന്ന് ട്രംപ് ട്വീറ്റ് ചെയ്തതിൽ അദ്ദേഹം കൃത്യമായി എഴുതി വെച്ചിരിക്കുന്നത് സ്ട്രൈറ്റ് ഓഫ് ഇറാൻ എന്നാണ്. അതായത് ഇതുവരെ അത് സ്ട്രൈറ്റ് ഓഫ് ഹോർമുസ് ആയിരുന്നു. പക്ഷെ ഇന്ന് ട്രംപ് ട്വീറ്റ് ചെയ്തിരിക്കുന്നത് സ്ട്രൈറ്റ് ഓഫ് ഇറാൻ എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ചർച്ചക്കുള്ള സകല സാധ്യതകളും ട്രംപ് തന്നെ ഒരുക്കുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. മാത്രവുമല്ല, ലെബനോനിൽ വെടിനിർത്തലിന് തൊട്ടു മുമ്പായി വലിയ തോതിലുള്ള ഏറ്റുമുട്ടൽ 2 വിഭാഗവും, അതായത് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും തിരിച്ച് ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നും 2 ഇടങ്ങളിലേക്കും റോക്കറ്റ് ആക്രമണവും മിസൈൽ ആക്രമണവും നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ഫ്രജൈൽ ആയിട്ടുള്ള ഒരു സ്ഥിതിവിശേഷം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പക്ഷെ അപ്പോൾ പോലും ട്രംപ് ഇതെങ്ങനെയെങ്കിലും നിർത്തണം എന്നുള്ള നിലപാടിലാണ്. ആ ഒരു അവസരം ഇറാൻ കൃത്യമായി ഉപയോഗിക്കും. പ്രത്യേകിച്ച് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധത്തിൽ അദ്ദേഹത്തിന് നേടേണ്ട പ്രധാനപ്പെട്ട ലക്ഷ്യം റെജിം ചേഞ്ച് ആയിരുന്നു. അതുണ്ടായില്ല. ഇനിയിപ്പോൾ അവർക്ക് വേണ്ട ഒരു കാര്യം യുറേനിയമാണ്. യുറേനിയം മറ്റൊരു രാജ്യത്തേക്ക് മാറ്റണമെന്നുള്ള ഒരു ആവശ്യം ട്രംപ് മുന്നോട്ട് വെക്കുന്നുണ്ട്. പക്ഷെ യുറേനിയം നീക്കണമെങ്കിൽ ഇറാന് മേൽ ഇത്രയും കാലം നടത്തിക്കൊണ്ടിരുന്ന സകല ഉപരോധങ്ങളും, സാമ്പത്തികമായ ഉപരോധങ്ങൾ, അവരുടെ ചരക്കുകൾ പിടിച്ചുവെക്കൽ, അവരുടെ അസറ്റുകൾ വിദേശങ്ങളിൽ മരവിപ്പിച്ചു നിർത്തിയ സാഹചര്യമുണ്ട്. അതെല്ലാം വിട്ടു നൽകിയാൽ മാത്രമായിരിക്കും ഇറാൻ ഇത് അനുസരിക്കുക എന്നുള്ളതാണ് ഇന്ന് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇറാന്റെ അവിടെ മരവിപ്പിച്ച ആസ്തി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിട്ടു നൽകുകയും നഷ്ടപരിഹാരം നൽകുകയും ചെയ്താൽ മാത്രമാകും സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിന്റെ കാര്യത്തിലൊരു തീരുമാനം ഇറാൻ എടുക്കുക എന്നുള്ളതാണ്. അഫ്താബാണ് വിവരങ്ങൾ നൽകി.